മലയാളത്തിന്റെ പ്രിയതാരം അസാധ്യമായ മേക്ക് ഓവറുകളിലൂടെ നമ്മെ വിസ്മയിപ്പിച്ച ജയസൂര്യ. എന്നാൽ ഇന്ന് അദ്ദേഹം വാർത്തകളിൽ നിറയുന്നത് ഏതെങ്കിലും ബിഗ് ബജറ്റ് ചിത്രത്തിന്റെ പേരിലല്ല, മറിച്ച് കോടികളുടെ സാമ്പത്തിക തട്ടിപ്പ് ആരോപിക്കപ്പെടുന്ന സേവ് ബോക്സ് എന്ന ആപ്പുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിലാണ്. താരത്തിന്റെ 39 ലക്ഷം രൂപയുടെ സ്വത്തുവകകൾ ED അഥവാ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകിട്ടിയിരിക്കുന്നു എന്ന വാർത്ത സിനിമാ ലോകത്തെയും ആരാധകരെയും ഒരുപോലെ ഞെട്ടിച്ചിരിക്കുകയാണ്. തിളങ്ങുന്ന ആഡംബര കാറുകൾ, മൊബൈൽ ഫോണുകൾ, ലാപ്ടോപ്പുകൾ ഇവയെല്ലാം വെറും തുച്ഛമായ വിലയ്ക്ക് ലേലത്തിലൂടെ സ്വന്തമാക്കാം എന്ന വാഗ്ദാനവുമായാണ് സേവ് ബോക്സ് എത്തിയത്. ഈ സംരംഭത്തിന്റെ ബ്രാൻഡ് അംബാസഡറായി ജയസൂര്യ എത്തിയപ്പോൾ സാധാരണക്കാരായ നിക്ഷേപകർക്ക് ഇതൊരു വലിയ ഉറപ്പായിരുന്നു. തങ്ങളുടെ പ്രിയപ്പെട്ട താരം ഇതിലുണ്ടെങ്കിൽ പിന്നെ പേടിക്കാനൊന്നുമില്ല എന്ന് തന്നെ അവർ ഉറച്ചു വിശ്വസിച്ചു. എന്നാൽ ആ വിശ്വാസത്തിന്മേൽ ഇന്നിതാ കരിനിഴൽ വീണിരിക്കുകയാണ്. തൃശൂർ സ്വദേശി സ്വാതിക് റഹീം എന്ന മാസ്റ്റർ മൈൻഡ് നയിച്ച ഈ സാമ്രാജ്യം തകർന്നടിയാൻ ഒരുപാട് സമയമൊന്നും വേണ്ടി വന്നില്ല. കോടികൾ നിക്ഷേപിച്ചവർക്ക് കിട്ടിയത് ശൂന്യമായ വാഗ്ദാനങ്ങൾ മാത്രം. ഇതിനിടയിലാണ് അന്വേഷണം സിനിമാ മേഖലയിലേക്ക് നീങ്ങിയത്. സ്വാതിക് റഹീമിന് സിനിമാക്കാരുമായുള്ള അടുത്ത ബന്ധം അന്വേഷണ ഉദ്യോഗസ്ഥരെ താരത്തിൻ്റെ പടിവാതിൽക്കലെത്തിച്ചു. ഒരു പരസ്യത്തിൽ അഭിനയിക്കാൻ എത്തുന്നവർ ഭാവിയിൽ എന്ത് തട്ടിപ്പ് നടത്തുമെന്ന് ഞങ്ങൾ എങ്ങനെ അറിയും? ഈ ഒരു ചോദ്യമാണ് ജയസൂര്യ ആരാധകർക്ക് മുന്നിൽ ഉയർത്തുന്നത്. തൻ്റെ പ്രതിഫലമായി ലഭിച്ച തുകയല്ലാതെ ഇതിൽ മറ്റൊരു പങ്കുമില്ല എന്ന് താരം ആണയിടുമ്പോഴും അന്വേഷണ ഏജൻസികൾക്ക് ബോധ്യപ്പെടാത്ത ചില സാമ്പത്തിക ഇടപാടുകൾ ബാക്കിയുണ്ട്. ഏകദേശം 1 കോടിയോളം രൂപ താരത്തിൻ്റെയും ഭാര്യയുടെയും അക്കൗണ്ടുകളിലേക്ക് എത്തിയതാണ് EDയുടെ സംശയം ഉണർത്തിയത്. ജയസൂര്യയുടെ ഭാര്യയും ചോദ്യം ചെയ്യപ്പെടുകയാണ്. പഴയ ഐഫോണുകൾ പുതിയ ബോക്സിലാക്കി താരങ്ങൾക്ക് സമ്മാനമായി നൽകി വിശ്വാസം നേടിയെടുത്ത സ്വാതിക് റഹീം എന്ന തട്ടിപ്പുകാരൻ സിനിമാക്കാരുടെ ഗ്ലാമർ ഉപയോഗിച്ച് സാധാരണക്കാരെ കെണിയിൽ വീഴ്ത്തുകയായിരുന്നു എന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. നിയമം അതിൻ്റെ വഴിക്ക് നീങ്ങുമ്പോൾ താരങ്ങൾ ഏറ്റെടുക്കുന്ന ഓരോ പരസ്യവും എത്രത്തോളം ഉത്തരവാദിത്തമുള്ളതാകണം എന്ന വലിയ ചർച്ചയ്ക്കാണ് കേരളം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. ഇത് കേവലം ഒരു തട്ടിപ്പ് കഥയല്ല, സെലിബ്രിറ്റികളുടെ തിളക്കത്തിന് പിന്നിലെ കറുത്ത നിഴലുകളുടെ കൂടി കഥയാണ്. ജയസൂര്യയ്ക്ക് ഈ കുരുക്കിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിയുമോ? അതോ സേവ് ബോക്സ് എന്ന ഈ പുകമുറ അദ്ദേഹത്തിൻ്റെ കരിയറിൽ മാറ്റാനാവാത്ത മറ്റൊരു കറയായി മാറുമോ? കാലം തന്നെ തെളിയിക്കട്ടെ, നമുക്ക് കാത്തിരുന്ന് കാണാം. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുതേ.